നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനപ്പ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുക്കും. എങ്കിൽ നിങ്ങളെ രണ്ടിനെ ഞാൻ കൊല്ലും. ചിരിക്കണ്ട, കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. ഹലോ, ഞാൻ കൊറേ നേരമായിട്ട് നിങ്ങളുടെ കോള് വെയിറ്റ് ചെയ്യായിരുന്നു. നെക്ലസിന് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലായിരിക്കും ഫോണില്. ഹലോ ഹലോ ഹലോ. അതെ, കാർ ഒതുക്കി നിർത്തിയിട്ട് അറ്റൻഡ് ചെയ്യ, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യ. ഹലോ, കേക്കാമോ? കമ്പിളിപ്പതപ്പ് ഒരു പ്രധാനപ്പെട്ട കോളാ. പറഞ്ഞോളൂ. അത് ഒരു മിനിറ്റേ. സംസാരം ഞാൻ കേൾക്കാതിരിക്കാൻ നമ്പർ ഇട്ട് പുറത്തിറങ്ങിയതാണോ? ആയിരിക്കില്ല. അത് കുഴപ്പമില്ല. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണല്ലോ. അതൊന്നും കുഴപ്പമില്ല. ഗൗതം, ഗൗതം, ഒരു മിനിറ്റ്, മാറ്റർ പറയട്ടെ. അവിടുന്ന് പിന്നെയും നടന്നു. ഈ പോക്ക് പോയ ഗൗതം തിരിച്ച് വീട്ടിലെത്തുമെന്ന് തോന്നുന്നേ. അവളെ തൂക്കാൻ പറ്റിയ സമയമാണ്. സാറ് ഫോണിലായതുകൊണ്ട് ശ്രദ്ധിക്കില്ല. പിന്നെ പോസ്റ്റാക്കിട്ട് പോയിരിക്കുന്നു. ഈ കാറെടുത്ത് സ്ഥലം വിട്ടാലോ? സ്റ്റോപ്പ്. ഏതൊക്കെ ഫ്ലേവറാ ഉള്ളത്? ഐസ്ക്രീംകാരൻ പോട്ടെ, അയാള് ബഹളം വെച്ച സാറ് പ്രശ്നത്തിലിടപെടും. അതെ, സാറിനൊരു പോറല് പോലെ ഏൽക്കരുതെന്നല്ലേ പറഞ്ഞേക്കുന്നു. ചേട്ടാ, ഒരു ചോക്കോബാർ, ഒരു കോർണറ്റോയും കൂടി, ചോക്ലേറ്റ് ഫ്ലേവർ. മേഡം. താങ്ക് യു. മേഡം. അല്ല, എന്റെ കയ്യിൽ കാശൊന്നുമില്ല. കാശില്ലേ? മേഡത്തെ കണ്ട അങ്ങനെ തോന്നില്ലല്ലോ. ലുക്കിലൊന്നും ഒരു കാര്യമില്ല ഏട്ടാ. ചേറില് വിരിഞ്ഞ ചെന്താമരയാണ് ഞാൻ. ചേട്ടനൊരു കാര്യം ചെയ്യും, കാശിന് പകരം ആ കാർ എടുത്തോ. 120 രൂപയ്ക്ക് പകരം ഈ കാറോ? പിന്നല്ലാതെ. കാറിന്റെ കീ അതിൽ തന്നെ ഇരിപ്പുണ്ട്. എന്റെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് എടുത്തോണ്ട് വെക്കോ. വട്ടാണോ അതോ ഹസ്ബൻഡിന് പണി കൊടുക്കുന്നതാണോ? ഹസ്ബൻഡിനാണ് വട്ട്, അതുകൊണ്ട് അതാ ആ കാർ കൊടുക്കുന്നത്. ഇയാള് പോകുന്നില്ലല്ലോ. അതെ, സാറിന്റെ ഫോൺ വിളി കഴിയുമ്പോൾ പണി നടത്തണം.
എന്താ സാറേ ഞാൻ വാങ്ങിച്ച പുതിയ കാറാ ഇത്. ഏ ഇതോ? അതെ, നല്ല ലാഭത്തിൽ കിട്ടിയതാ. 120 രൂപയ്ക്ക്. ഈ മേട തന്നത്. എടീ, ഇവിടെ വാടി. ഏ? നീ നമ്മുടെ കാറ് വിറ്റോ? ആ അയ്യോ അതെ, ഐസ്ക്രീമിന് കാശ് കൊടുക്കാൻ എന്റെ ഇല്ലാത്തോണ്ട് ഈ കാർ എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് കാറൊന്നും വേണ്ട. ഐസ്ക്രീമിന്റെ 120 രൂപ കിട്ടിയാ ഞാൻ പൊയ്ക്കോളാം. ചേട്ടാ, ബാക്കി കാശിനും കൂടെ ഉള്ള ഐസ്ക്രീം എടുത്ത് എന്റെ ഭാര്യയുടെ തലയിൽ കമഴ്ത്ത്. നന്നായിട്ട് തണുത്താലേ ചിലപ്പോ ഈ സൂക്കേട് മാറി കിട്ടും. സ്വന്തം ഭാര്യയെ വഴിയിൽ പോസ്റ്റ് ആക്കുന്ന സൂക്കേടെ ആദ്യം മാറ്റ്. അത് കഴിഞ്ഞിട്ട് എന്നെ ചികിത്സിച്ചാ മതി. സാറേ, ഭാര്യമാരെല്ലാം ഇങ്ങനെയാ സാറേ. മേഡ ഇനി സാറിനെ കൂടി വിൽക്കാതെ സൂക്ഷിച്ചോ. വിൽപ്പനയ്ക്ക് വെച്ച ആര് വാങ്ങാൻ വരാനാ? എല്ലാവരും എന്നെ പോലെ ക്ഷമയുള്ളവരാവില്ലല്ലോ. വണ്ടികൾ അല്ല, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സിനിമ കാണാൻ. അതിനാണല്ലോ റെസ്റ്റോറന്റിൽ എല്ലാരും വരുന്നത്. അതെ, എല്ലാവരും റെസ്റ്റോറന്റ് വരുന്ന എന്തിനാന്ന് എനിക്കറിയാം, ഭക്ഷണം കഴിക്കാം. നമ്മൾ എന്തിനാ വന്നേന്നാ ചോദിച്ചത്. വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത്? ഓ, അത് സാരമില്ല, ഒന്നുകൂടി കഴിക്കാം. ഇതെന്തിനാ എടുക്കുന്നേ? ആ, ആവശ്യമുണ്ട്. നീ ഇറങ്ങ്. ഇറങ്ങ്. അതെ, നെക്ലസ് കൊടുക്കേണ്ട ആൾ ഇവിടെ വന്നിട്ടുണ്ടോ? നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതി. ഇനി കുറച്ചു നേരം കൂടെ ഉള്ളൂ ഈ സസ്പെൻസ്. നിനക്ക് ടെൻഷനുണ്ടോ? എനിക്കെന്തിനാ ടെൻഷൻ? നെക്ലസ് സമ്മാനിക്കാൻ മാത്രം അടുപ്പമുള്ള എന്റെ ആളെ കാണാൻ. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കള്ളം പറയണ്ട. കള്ളല്ല, സത്യം. എന്റെ ഭർത്താവിനോട് വഴക്കിടാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞെന്നിരിക്കും. പക്ഷേ ഈ മനസ്സിൽ പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു പ്രത്യേക റിലേഷൻഷിപ്പിൽ മാത്രമല്ല. അമ്മയ്ക്കും സഹോദരിക്കും ഗുരുവിനും ഫ്രണ്ടിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം. ഇനി ഇതൊന്നും അല്ലാതെ ബിസിനസ് കാര്യങ്ങളിലും ഗിഫ്റ്റ് ഒരു ആയുധമാണ്. ഗൗതമിന്റെ ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്നാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യു ആർ റൈറ്റ്. ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്ത് സർപ്രൈസ്? നേരത്തെ പറഞ്ഞാൽ അതെങ്ങനെ സർപ്രൈസ് ആവും? ശരി, വാ. എന്താ? ഇവിടുന്ന് അങ്ങോട്ട് നീ കണ്ണടയ്ക്കണം. എന്തിന്? അതൊന്നും ചോദിക്കാൻ പാടില്ല. സർപ്രൈസ് അല്ലേ? കണ്ണടച്ചു. കള്ളനോട്ടം വേണ്ട മോളെ, ഞാൻ നിന്റെ കണ്ണു പൊത്താൻ പോവാ. ഏയ് അയ്യോ, അതൊന്നും വേണ്ട പ്ലീസ്. വേണം, അത് പിടിക്ക്. അടക്ക്. എന്താ ഗൗതം ഇത്? എന്നെ വിഷുക്കണി അടിക്കാൻ കൊണ്ടുപോവാണ്. ഇതും ഒരു കണി തന്നെ. അടക്ക്.